നമുക്ക് ശ്രീകൃഷ്ണ ചരിതത്തിലേക്ക് തന്നെ മടങ്ങാം. തത്വസംഖ്യകൾ പലരും പല വിധത്തിൽ പറയുന്നതിൽ ഏതാണ് ശരി എന്ന് ഉദ്ധവർ ചോദിച്ചതിന് ശ്രീ ഭഗവാൻ പറഞ്ഞു, സച്ചിദാനന്ദനും സർവകാരണ കാരണനുമായ ഞാൻ മാത്രമാണ് സത്യം. പ്രകൃതി തത്വങ്ങളായി കാണുന്നതെല്ലാം എൻ്റെ മായാവിലാസമാണ്. പ്രകൃതി തത്വത്തെ അടിസ്ഥാനമാക്കി ഋഷികൾ തത്വസംഖ്യകളെ കൂട്ടിയും കുറച്ചും പല വിധത്തിൽ പറയുന്നുണ്ട്. ചിലർ വിസ്മരിക്കുന്നു, ചിലർ ചുരുക്കി പറയുന്നു. എല്ലാത്തിലും യുക്തി ഉള്ളതുകൊണ്ട് എല്ലാം ശരി തന്നെ. ഉദ്ധവർ ചോദിച്ചു, ഹേ പുരുഷോത്തമ, പ്രകൃതിയും പുരുഷനും ഭിന്ന ലക്ഷണങ്ങളോട് കൂടിയവരാണെങ്കിലും അന്യോന്യം ആശ്രയിച്ച് ചേർന്നിരിക്കുന്നതായി കാണപ്പെടുന്നു. ഭേദം കാണുന്നില്ല. ഇവയെ വേർതിരിച്ച് അറിയാനുള്ള മാർഗം പറഞ്ഞു തരയണമേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, പ്രകൃതിയും പുരുഷനും രണ്ട് ധ്രുവങ്ങൾ എന്ന പോലെ അന്തരമുള്ളവയാണ്. പ്രകൃതി ജഡവും വികാരരൂപിയും ബഹുവിധവുമാണ്. പുരുഷൻ ഏകനും നിർവികാരിയും ജ്ഞാന സ്വരൂപനുമാണ്. ദേഹാദികളെല്ലാം പ്രകൃതി കാര്യങ്ങളാണ്. അവയെ ആധ്യാത്മം, ആദിഭൂതം, ആദിദൈവീകം എന്ന് മൂന്നായി തരംതിരിക്കാം. ഉദാഹരണമായി കണ്ണ് ആധ്യാത്മം, കാണുന്ന രൂപം ആദിഭൂതം, കണ്ണിന്റെ അധിഷ്ഠാന ദേവതയായ സൂര്യൻ ആദിദൈവം. ഈ മൂന്നിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് സ്വയം പ്രകാശരൂപനായ ആത്മാവ് വേറിട്ട് നിൽക്കുന്നു. ആത്മസ്വരൂപത്തെപ്പറ്റി നിരന്തര വിചാരം ചെയ്ത് അഹങ്കാരം നശിക്കുമ്പോൾ ആത്മസാക്ഷാത്കാരം ഉണ്ടാകുന്നു. ആത്മാവിനും കർമ്മബന്ധവും ജ്ഞാനാദേഹപ്രാപ്തിയും എങ്ങനെ ഉണ്ടായി എന്ന് ഉദ്ധവർ ചോദിച്ചതിന് ശ്രീ ഭഗവാൻ പറഞ്ഞു, ഉദ്ധവ, ആത്മാവിന് ഈ വകയൊന്നുമില്ല. മനസ്സിന്റെ ആധിപത്യത്തിലുള്ള ലിംഗശരീരമാണ് ദേഹങ്ങളെ മാറി മാറി സ്വീകരിക്കുന്നത്. ആത്മാവ് അവയിൽ നിന്ന് അന്യമാണെങ്കിലും അഭിമാനം ഹേതുവായി വേറിട്ടു നിൽക്കാൻ കഴിയാതെ കൂടെ സഞ്ചരിക്കുന്നു. പാട്ടും ആട്ടവും കണ്ടു നിൽക്കുന്നവൻ അതിൽ ഭ്രമിച്ച് തന്നെ മറന്നും താളം പിടിക്കുക, കൈകാൽ ഇളക്കുക മുതലായ ചേഷ്ടകൾ ചെയ്യാറുള്ളതുപോലെ വാസ്തവത്തിൽ അസംഖനായ ആത്മാവ് ഭ്രമത്താൽ ലിംഗശരീരത്തെ അനുസരിക്കുന്നു. ലിംഗശരീരം ഒരു ദേഹം വിടാറാകുമ്പോൾ മുമ്പ് കണ്ടതോ കേട്ടതോ ആയ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കും. ആ വിചാരം അതിശക്തമായിട്ട് പുതിയ വിഷയരൂപത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പഴയ ദേഹത്തെ നിശേഷം മറന്നുപോകും. പൂർവദേഹ സ്മരണ നിശേഷം ഇല്ലാതാകുന്നതിന് മരണമെന്നും ദൃഢമായ അഭിനിവേശത്താൽ പുതിയ ദേഹസ്വീകാരത്തെ ജനനമെന്നും പറയുന്നു. മനസ്സിന്റെ സങ്കല്പശക്തിയാണ് ഇതിന് കാരണം. ഇതുകൂടാതെ ദേഹം പ്രതിനിമിഷം മാറി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പരിണാമം അതിസൂക്ഷ്മദൃക്കുകൾ മാത്രം അറിയുന്നു. ഗർഭപ്രവേശം, ഗർഭവാസം, ജനനം, ബാല്യം, കൗമാരം, യൗവനം, മധ്യപ്രായം, വാർദ്ധക്യം, മരണം എന്നീ 9 അവസ്ഥകൾ ദേഹധർമ്മങ്ങളാണ്. അത് മാനസിക വികാരമാകുന്നു. ജീവനും വാസ്തവത്തിൽ ഇതൊന്നുമില്ലെങ്കിലും പ്രബലമായ അഭ്യാസം കൊണ്ട് ഈ പരിണാമങ്ങളെ തനിക്ക് ഉണ്ടാകുന്നതാണെന്ന് ഭ്രമിക്കുന്നു. ഈ ഭ്രമം വാസ്തവമല്ലെങ്കിലും വ്യവഹാര ദശയിൽ കാണപ്പെടുന്നതിനാൽ ഇതിനെ നശിപ്പിക്കാനുള്ള പ്രയത്നം അത്യാവശ്യമാണ്. അതിനാൽ ഉദ്ധവ, ദേഹാത്മഭാവം ഇല്ലാതെയാക്കണം. വിഷയങ്ങളെ അനുഭവിക്കാൻ ആഗ്രഹിക്കരുത്. വിഷയസുഖം വെറും വികൽപ്പമാണ്. താൻ ആത്മാവാണെന്ന ജ്ഞാനോദയത്തിൽ ഈ ഭ്രമം നശിക്കും. അതിന് നിരന്തരം പ്രയത്നിക്കണം. അതിനിടയിൽ ദുർജനങ്ങളിൽ നിന്ന് ആക്ഷേപം, അപമാനം, താടനം, ബന്ധനം മുതലായവ നേരിട്ടെന്ന് വരാം. അതെല്ലാം പ്രാരാബ്ധമാണെന്നുറച്ച് ധൈര്യമായി സഹിക്കണം. അതേസമയം ആത്മാവിനെ സംസാരത്തിൽ നിന്ന് ഉദ്ധരിക്കുവാൻ തീവ്ര പരിശ്രമം ചെയ്യുകയും വേണം. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.